വന്യരായ നായിബ് ഖുത്ബുസ്സമാൻ മഹാനവറുകൾക്കല്ലാതെ മറ്റൊരാൾക്കും ആ കഴിവ് വന്യരായ ശൈഖുന നൽകിയിട്ടില്ല. നിങ്ങൾ കൊടുക്കുക, ഞാൻ നോക്കാം. വെല്ലുവിളി എന്നോണം ചോദിച്ചു. ചില ഖലീഫമാരുള്ള സമയത്ത്, നിങ്ങളുടെ ഒരു മുരീദ് കഴിഞ്ഞ ദിവസം മരണപ്പെട്ടു, നിങ്ങളവിടെ വന്നോ? അവർ കൈമലർത്തി. കഴിയില്ല. മരണസമയത്ത് എത്തി നോക്കാനാവാത്ത ഷെയ്ഖല്ല. ഏതായിരുന്നാലും ഈ പരിശുദ്ധമായ മാർഗത്തിൻ്റെ വ്യാപനത്തിന് വേണ്ടി എല്ലാവർക്കും ആലുവയിലെത്താൻ ചില പ്രയാസപ്പെടാം. അതിന് പല ഭാഗങ്ങളിലും അത് നൽകാൻ സമ്മതം ലഭിച്ചവരുണ്ടായാൽ അവർക്ക് നൽകാം. പരിപാലനം ശൈഖുന നടത്തും. ഇങ്ങനെയാണ് ഖലീഫമാരെ നിശ്ചയിച്ചത്. സഹോദരങ്ങളെ, വളരെ ഗൗരവപൂർവം നാം ആലോചിക്കേണ്ടത് ഈ ഖിലാഫത്ത് കിട്ടിയതോടെ തങ്ങൾക്കെല്ലാം ലഭിച്ചു എന്ന ധാരണയിൽ പലരും എല്ലാം മറന്ന് ശൈഖിനോടുള്ള അദബ് വരെ ധിക്കരിച്ച് താനൊരു ശൈഖിൻ്റെ മുരീദാണെന്ന വസ്തുത പോലും മറന്ന് വലിയ ശൈഖ്മാരാകാൻ തുനിഞ്ഞു. നേരത്തെ പറഞ്ഞ നോട്ടം അത് ലഭിക്കാൻ ഏറ്റവും പ്രധാനമായി വേണ്ടത് വന്യരായ ഖുത്ബുസ്സമാൻ ശൈഖുന മഹാനവറുകളുടെ തർബിയത്ത്, പരിപാലനം, നോട്ടം, അത് കിട്ടാൻ വേണ്ടത് മഹാനവറുകളോട് പൂർണ്ണമായും തൃപ്തി, മഹാനവറുകളോട് പൂർണ്ണമായും യോജിപ്പ്, മഹാനവറുകൾ എന്ത് ചെയ്താലും അത് പൂർണ്ണമായും അപ്പടി ഉൾക്കൊള്ളുന്ന ഒരു മനസ്സ്, അത് ഈ ഖലീഫക്ക് വേണം, മുരീദുമാർക്ക് വേണം. അപ്പോൾ മാത്രമേ ശൈഖുനയിൽ നിന്നുള്ള പരിപാലനം ആ ഖലീഫക്ക് ലഭിക്കൂ. അതുള്ള മുരീദുമാർക്ക് മാത്രമേ വന്യരായ ശൈഖുനയുടെ തർബിയത്ത് ലഭ്യമാകൂ. എന്നാൽ ഇവിടെ സംഭവിച്ചത് എന്താണ്? ഈ പരിപാടി സംഘടിപ്പിച്ചതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശ്യം അതാണ്. വന്യരായ ഖുത്ബുസ്സമാൻ ശൈഖുന മഹാനവറുകളുമായി ബഹുദൂരം അകന്ന് കഴിയുന്നവർ, ഖുത്ബുസ്സമാനുമായി ഒരു പുലബന്ധം പോലും ഇല്ലാത്തവർ, തങ്ങൾ ഖുത്ബുസ്സമാൻ്റെ ഖലീഫയാണ്, തങ്ങളെ ബൈഅത്ത് ചെയ്താൽ ഖുത്ബുസ്സമാൻ്റെ തർബിയത്ത് ലഭിക്കും എന്ന് പറഞ്ഞ് നടക്കുന്നത് ഒരിക്കലും ഖുത്ബുസ്സമാൻ മഹാനവറുകളുടെ യഥാർത്ഥ മുരീദുമാർക്ക് സഹിക്കാൻ കഴിയില്ല. ആളുകളെ വഞ്ചിക്കുകയാണ്, ആളുകളെ വഞ്ചിക്കുകയാണ്.
സ്വന്തം കാര്യലാഭത്തിന് വേണ്ടി, സ്വന്തം സാമ്പത്തിക നേട്ടങ്ങൾക്ക് വേണ്ടി, ശാരീരിക നേട്ടങ്ങൾക്ക് വേണ്ടി അതിനുവേണ്ടിയാണ് ഈ പരിപാടി ഇവിടെ സംഘടിപ്പിച്ചത്. ഈ 60ഓളം ഖലീഫമാർ പലരുടെയും അവസ്ഥ അതാണ് സഹോദരങ്ങളെ. ഒരിക്കലും ഇന്നവർ ബഹുമാനപ്പെട്ട ഖുത്ബുസ്സമാൻ ശൈഖുന മഹാനവറുകളുടെ ഖലീഫമാരല്ല. അവർ അവകാശപ്പെട്ട് നടക്കുന്നു ഖലീഫമാരാണെന്ന്. ഒരുപാട് പേർ, ഒന്നും അറിയാത്തവർ ആ വഞ്ചനയിൽ കുടുങ്ങുന്നു. അതിൽ നിന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താനാണ് ഈ പരിപാടി.